ഇരിക്കേ. ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ടോടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നർ ആയിരിക്കുകയാണ് ഞാന്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് ഓൾറെഡി സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ടെന്ന് അറിയാം. മച്ചാ, അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. ഇപ്പൊ നാളെയും ഇതുപോലെ കുഞ്ഞു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് ദുബായിക്ക് പോവാണ്. ഈ ഒരു മാസം ഫുള്ളും അവിടെയാണ്. ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിലെത്തിയല്ലോ, അമ്മാവനെ മറക്കരുത്. അമ്മാവന്റെയും ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കോ? അത് കഴിഞ്ഞ പിന്നെ ഞാൻ അടുത്ത മാസം 5-ാം തീയതിയാണ് തിരിച്ചു വരുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം. ഇതൊക്കെ എന്താ പറയണ്ടേ, എല്ലാവർക്കും കിട്ടുന്നതല്ല ഇങ്ങനെയുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത്. നീ ഇങ്ങനെ നടന്ന് കരയല്ലേ? ഇതാണുങ്ങളായ കൺട്രോൾ വേണം. ഈ ബിഗ് ബോസ് ഷോയിൽ ഈ ഒരു വിന്നർ ആവാൻ മെയിൻ എന്ന് പറഞ്ഞാൽ വോട്ട് 16 ലക്ഷം പേരാണ് എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല, നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം. ഞാൻ എങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് എന്നെ അറിയാവുന്നവർക്ക്, ഇപ്പം ഞാൻ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയിലൂടെ 7 വർഷം ആ ഷോ കണ്ടുകൊണ്ടിരുന്നവർക്കൊക്കെ അറിയാം അനുമോൾ എന്താണ്, അനുമോളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞാൻ ഇവിടെ പറയുന്നില്ല, എന്തെല്ലാം പറയുന്നത്, താടി എടുക്കാം, മീശ എടുക്കാന്നൊക്കെ എന്തെല്ലാം പറയുന്നു. അതുപോലെയാണ് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു വിടും ഇവിടെ നിന്ന്. അതുകൊണ്ടൊന്നും അല്ല, കഴിഞ്ഞ എപ്പിസോഡിനകത്ത് എനിക്ക് പാട്ടിട്ട് തന്നില്ല. കുട്ടി അയ്യോടാ, വൃത്തികെട്ട സ്വഭാവ ഇത്. അല്ല, അത് മനസ്സ് വളരെ ശുദ്ധമായതുകൊണ്ടാണ് അനു. 100% ഞാൻ യോജിക്കുന്നു. കരച്ചില് പുള്ളിക്കാരിക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ വരും. അപ്പൊ ഞാനത് കളിയാക്കും, നീ അഭിനയിക്കുമ്പോ കണ്ണുനീര് വരുന്നില്ലല്ലോ, വിതരണം വേണം, ഇതെവിടെ നിന്ന് വരുന്നതൊക്കെ ഞാൻ ചോദിക്കുകയും ചെയ്യും. ഇവള് പറഞ്ഞതിന് മുന്നേ കരയരുത്, ഇവളെന്ത് അതെല്ലാരും പറയണേ, ഇവളെന്തിനാ കരയാൻ? ഈ പെണ്ണ് എപ്പം നോക്കിയാലും കരച്ചില്ല. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, അത്രേ ഉള്ളൂ. എനിക്ക് അല്ലാണ്ട് ഇത് ഞാൻ ഇങ്ങനെയാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാറുമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. എനിക്കറിയായിരുന്നു ദൈവം എനിക്ക് എന്തോ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് അവിടെ കണ്ടത്? സത്യം സർ, കോരി കോരി തരിച്ചു പോയി. ഞാൻ ആദ്യം നന്ദി പറയുന്നത് ഞാൻ ദൈവത്തിനോടാണ്. കാരണം സത്യം എന്നായാലും ജയിക്കും എന്ന് പറയുന്നില്ലേ, അത് ഉള്ള ഒരു കാര്യമാണത്. അത് സംഭവിച്ചു കഴിഞ്ഞു. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ചേച്ചി കാറ് കിട്ടിയോ? ഇല്ലില്ല, ഒന്നും കിട്ടിയിട്ടില്ല. കാറ് കിട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കളർ ഏത് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുളച്ചു പൊങ്ങും മുമ്പാണെങ്കിൽ അതങ്ങ് കരിച്ചു കളയാൻ അതിന്റെ മുരട്ടിലൊന്ന് മുള്ളിയാ മതി. ഇതിപ്പോ മരമായിട്ട് അവന്റെ വരവ്, നല്ല കാതലുള്ള മരം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഒരിക്കലും വിചാരിച്ച കാര്യമല്ല ഈ ഞാനൊരു വിന്നർ ആവും. എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിന്നർ ആവും എന്നുള്ളത്, ഒരിക്കലും വിചാരിച്ചില്ല. റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. അതിനെനിക്ക് തന്നോട് നന്ദിയുണ്ട് കുറുപ്പേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടന്റെ അടുത്ത് നിന്നിട്ട് ഈ കയ്യില് ഞാൻ ഈ കയ്യിൽ ആരെങ്കിലും ആവട്ടെ നിന്നിട്ട് പെട്ടെന്ന് ലാലേട്ട ഈ കൈയായിരിക്കും പൊക്കുന്നത്. അപ്പൊ ഞാൻ ചെറുതല്ലേ, ഈ കൈ പൊക്കുമ്പോ ഈ പേടി, പെട്ടെന്ന് ഈ കൈ പൊക്കാതെ എന്റെ തന്നെ പൊക്കണേന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനുമോൾ.
പൈസയോ? ശ്രീദേവി സതീഷ്. സാറിൻ ഹായ് പറയാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ആശയൊക്കെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ടൊന്നാ വലഞ്ഞു പോകത്തേ ഉള്ളൂ. 1799 രൂപ ഇട്ടിരിക്കുന്നത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അവൻ കാർത്തിക് സൂര്യ. സാറാ ആന്റിപ്പറ്റിക്ക് കാശ് കൊടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതെന്റെ ഇഷ്ടം. ആ ഇഷ്ടം ഞങ്ങളോടും കൂടി കാണിച്ചൂടെ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? വേറെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ആണോ? അയ്യോ അതാരാ? അയ്യോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? അയ്യോ അതെന്താ അങ്ങനെ ആരും ഇടരുത് കേട്ടോ. ഞാൻ വായിച്ചു. ഈ കാർത്തിക് സൂര്യ കണ്ടോണ്ടിരിക്കുവാണല്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. ആരോ 1000 രൂപ കിട്ടിയിരിക്കുന്നു. വീണ്ടും നിശ്ചയൊക്കെ ഇട്ടിരിക്കുന്നു. ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഈ 100 രൂപ ഡെയിലി കൊടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണോന്ന് അറിയാനാ. ആണോ? ഓക്കെ, നിനക്ക് ഒരു മിനിറ്റ്. ദയവ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കാശൊന്നും ഇടരുത് കേട്ടോ. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധം പ്രഖ്യാപിക്കണടാ. പിന്നെ കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതൊന്നും വായിച്ച് റിപ്ലൈ തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്ത കുറെ മെസ്സേജുകളാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ഈ ലാസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞു. 100 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി എറിയുന്നുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാം തികഞ്ഞവരല്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ തന്നെ ഈ വിഡ്ഢിവേഷം കെട്ടി ചാടിക്കുന്ന ഈ ചെറ്റകളൊന്നറിയണം. എന്റെ ഈ തലയ്ക്കും ഇതേ ഒരു പരുന്തം പറക്കത്തില്ല. പറന്നാൽ അതിന്റെ ചിറകരിഞ്ഞു കളയുന്നു. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. എന്താ, എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. സർ, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായി പോയനെ മിസ്റ്റർ പ്രഭാകർ. ഞാൻ ഹാപ്പിയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രോഗ്രാമും ഇനാഗുറേഷനും മീറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അനുമോൾ ക്യൂട്ടല്ലേ, കാണാൻ ചേലല്ലേ, ഹൃദയം ജല്ലല്ലേ, കപ്പെട്ട്